നമ്മുടെ പള്ളിയിൽ ടൈല് മൈക്കിൻ്റെതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്കാലം. നമ്മുടെ പള്ളിക്കലെ ടൈല് അതേതായാലും എല്ലാ മുജാഹിദ് പള്ളിയിലും, എല്ലാ വഹാബി പള്ളിയിലും, എല്ലാ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിലും, എല്ലാ സംഘത്തിന്റെ പള്ളിയിലും ടൈലിപ്പുണ്ട്. ഞങ്ങളെ പള്ളിയിൽ ഗ്രാനൈറ്റ് ആണ്. ഓ, എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഇപ്പൊ ഇതൊക്കെയാണല്ലോ, അത് എന്തെങ്കിലും മറിച്ചിട്ടാ പോരെ. എന്നാ പിന്നെ ഗ്രാനൈറ്റ് ഞാൻ പറഞ്ഞ് പഠിച്ചതാണ്, ഇജ്ജ് പറഞ്ഞാണ് ശരി, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പള്ളിയിൽ പതിച്ച ഓരോന്നും പോട്ടെ, പള്ളിയിൽ തൂങ്ങുന്ന ഫാന് ഏതൊക്കെ മോഡലാ, അതൊക്കെ പോട്ടെ, AC പള്ളികളിൽ എന്നൊക്കെ ഒരു സ്വഹാബി ഇത്രയും വർഷക്കാലം ദീനി ദഅവത്ത് നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ടൈലിട്ടിട്ടുണ്ടോ? ഒരു തെളിവ് പറയാൻ പറ്റോ? ജനങ്ങളെ പറ്റിക്കാൻ അവർ ചോദിക്കുകയാണ്, ഈ ആളുകൾ ചോദിക്കുകയാണ്, നബി തങ്ങൾ ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷേ നബി തങ്ങൾ കാറോടിച്ചിട്ടില്ല, നിങ്ങൾ കാറോടിക്കണില്ലേ? നബി തങ്ങൾ വീട്ടിൽ ടൈൽസ് ഇട്ടിട്ടില്ല, നിങ്ങളൊക്കെ വീട്ടിൽ ടൈൽസ് ഇട്ടില്ലേ? നബി തങ്ങൾ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കണില്ലേ? അല്പം തലച്ചോറ് ബാക്കിയുണ്ടെങ്കിൽ അവരോട് ചോദിക്കാനുള്ളത്, അതൊക്കെ ഒരു സുന്നത്താണ്, അതൊക്കെ ദീനിലെ പുണ്യാണെന്ന് പറഞ്ഞല്ല ആരും കൊണ്ടു നടക്കുന്നത്. മറിച്ച് അതൊക്കെ ഭൗതികമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിങ്ങനെ ചെയ്താൽ ഇത്ര പുണ്യമുണ്ടെന്ന് പറയുന്ന ഒരു മതപരമായ കാര്യമാണോ? അത് നമുക്ക് രേഖ വേണം, അതിന് തെളിവ് വേണം. അതാണ് ഇവിടെ നമ്മൾക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിൽ രണ്ടാഘോഷം പഠിപ്പിച്ചു, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഒന്ന് റമദാനുമായി ബന്ധപ്പെട്ടതിന്റെ പൂർത്തീകരണത്തിലുള്ള ശവ്വാൽ, ഒന്നിന്റെ ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈദുൽ അദ്ഹ. ഇതല്ലാത്ത മൂന്നാമതൊരു ആഘോഷ ചടങ്ങ് പഠിപ്പിച്ച ഒരൊറ്റ സംഭവ ചരിത്രം നമുക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇതെവിടുന്ന് വന്നു, ആര് തുടങ്ങി പഠിക്കുക?